أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا പ്രിയമുള്ള സഹോദരന്മാർ, നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ പഠിക്കാൻ ആരംഭിക്കുന്നത് നിസ്കാരത്തെ സംബന്ധിച്ചാണ്. നിസ്കാരത്തെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ തുടക്കം മുതലേ നമ്മൾ പഠിക്കണം. അപ്പം നിസ്കാരത്തിൻ്റെ ആമുഖമാണ്, തുടക്കമാണ് ഷുറൂത്തു സ്വല, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. അതൊരു വീടിൻ്റെ കവാടം പോലെയാണ്, വാതിൽ പോലെയാണ്. വാതിലൂടെ അല്ലാതെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അപ്പം നിസ്കാരത്തിൻ്റെ കവാടം അത് ത്വഹാറത്താണ്, അതായത് ഷുറൂത്തു സ്വല, നിസ്കാരത്തിൻ്റെ ഷർത്തുകളാണ്. അപ്പോൾ ആ ഷർത്തുകളിലൂടെ അല്ലാതെ നിസ്കാരത്തിലേക്ക് കടക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ ആദ്യം നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, നമ്മൾ മുമ്പ് പഠിച്ചതാണ്. എങ്കിൽ കൂടി ഒരു ഓർമ്മ പുതുക്കലും അതേപോലെ തന്നെ അബദ്ധങ്ങളുണ്ടെങ്കിൽ തിരുത്താനുമുള്ളൊരു അവസരം അതായിട്ട് നമ്മൾ കാണുക. ഇപ്പം നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ രണ്ട് രൂപത്തിലാണ്. വളരെ എളുപ്പത്തിൽ ചുരുക്കി നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിലാണ് ഇൻഷാ അല്ലാഹ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പം നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ രണ്ട് രൂപത്തിലാണ്. ഒന്ന് ഷുറൂത്തു വുജൂബി സ്വല, രണ്ട് ഷുറൂത്തു സിഹത്തി സ്വല. ഒന്ന് നിസ്കാരം നിർബന്ധമാകാനുള്ള ഷർത്തുകൾ, രണ്ട് നിസ്കാരം സഹീഹാകാനുള്ള ഷർത്തുകൾ. ആദ്യത്തെ ഷർത്തുകൾ അത് നിസ്കാരം നിർബന്ധമാകാനുള്ളതാണ്. ആ ഷർത്തിൽ ഏതെങ്കിലും ഒന്ന് പാലിക്കപ്പെടാതെ പോയാൽ പിന്നെ നിസ്കാരം എന്തില്ല, നിർബന്ധമില്ല. അത് 4 കാര്യങ്ങളാണ്. ഒന്ന് അൽ ഇസ്ലാം, മുസ്ലിം ആയിരിക്കണം, മുസ്ലിമിന് മാത്രമേ നിസ്കാരം നിർബന്ധമുള്ളൂ. രണ്ട് അൽ അഖ്ൽ, ബുദ്ധി ഉണ്ടായിരിക്കണം, പിരാന്തന്മാർക്ക് ബുദ്ധിയില്ലാത്തവർക്ക് നിസ്കാരം നിർബന്ധമില്ല. മൂന്നാമത്തത് അൽ ഖുലൂഉ മിനൽ മവാനി, നിസ്കാരത്തെ തടയുന്ന കാര്യങ്ങളിൽ നിന്നും സുരക്ഷിതമായിരിക്കണം. അതായത് സ്ത്രീകൾക്കുണ്ടാകുന്ന ഹൈലും നിഫാസും ഇല്ലാതിരിക്കണം. ഹൈലുള്ള പെണ്ണിനും അതേപോലെ നിഫാസ് ഉള്ള പെണ്ണിനും നിസ്കാരം നിർബന്ധമില്ല, അവർ നിസ്കരിക്കേണ്ടതില്ല. അതേപോലെ തന്നെ നാലാമത്തെ കാര്യം അത്തമയ്യുസ്. തമയ്യുസ് എന്ന് പറഞ്ഞാൽ അൽ ബുലൂഗ്, പ്രായപൂർത്തിയാകുക. കുട്ടികൾക്ക് നിസ്കാരം നിർബന്ധമില്ല. ഈ നാല് ഷർത്തുകളാണ് നിസ്കാരം നിർബന്ധമാകാനുള്ള ഷർത്തുകൾ. ഈ 4 ഷർത്തുകൾ ഒരാളിൽ പാലിക്കപ്പെട്ടാൽ അയാൾക്ക് നിസ്കാരം നിർബന്ധമായി. നിസ്കാരം നിർബന്ധമായ ഒരാൾ നിസ്കരിക്കണം. ആ നിസ്കരിക്കുമ്പോൾ 4 ഷർത്തുകൾ പാലിക്കപ്പെടണം, എങ്കിലേ നിസ്കാരം സഹിഹാവുകയുള്ളൂ. അതിലൊന്ന്, അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് പഠിക്കാം. മറ്റ് 4 കാര്യങ്ങൾ വിശദീകരണങ്ങൾ ആവശ്യമില്ലാത്ത എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. നിസ്കാരം സഹിഹാനുള്ള ഷർത്തുകളിൽ ഒന്നാമത്തത് ദുഖൂലുൽ വഖ്ത്, സമയം പ്രവേശിക്കുക. അത് നിസ്കാരത്തിൻ്റെ ഒരു ഷർത്താണ്. സമയം പ്രവേശിക്കാതെ നിസ്കരിച്ചാൽ നിസ്കാരം സഹിഹാകൂല. അതൊക്കെ നമ്മൾ മുമ്പേ പഠിച്ച കാര്യങ്ങളാണ്. എങ്കിൽ കൂടി ഒരു ഓർമ്മ പുതുക്കൽ, കാരണം എല്ലാം പഠിക്കുമ്പോൾ അതിൻ്റെ കവാടത്തിലൂടെ കടന്നാലേ നമുക്കിത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടതിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിയുടെ അടുക്കിലേക്ക് വന്നു, ഒരു മനുഷ്യന്റെ രൂപത്തിൽ. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് ഇമാമായി നമസ്കരിച്ചു. ഒന്നാമത്തെ ദിവസം ജിബ്രീൽ വന്നപ്പോൾ 5 വക്ത് നിസ്കാരം അതിൻ്റെ ആരംഭ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾക്ക് ഒന്നാമത്തെ ദിവസം. രണ്ടാമത്തെ ദിവസവും ജിബ്രീൽ വന്നു. എന്നിട്ട് എല്ലാ നിസ്കാരത്തിൻ്റെയും അവസാന സമയത്ത് ഇമാമായി. എന്നിട്ട് ജിബ്രീൽ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, യാ മുഹമ്മദ് ഇന്ന ഹാദൈനിൽ വഖ്തൈനി അസ്സലാ, ഈ 2 സമയത്തിൻ്റെ ഇടയിലായിരിക്കണം നിസ്കാരങ്ങൾ. ദുഹറിൻ്റെ ആരംഭ സമയമുണ്ട്, അവസാന സമയമുണ്ട്. അസറിന് അതിൻ്റെ ആരംഭമുണ്ട്, അവസാനമുണ്ട്. മഗ്രിബിന് ആരംഭമുണ്ട്, അവസാനമുണ്ട്. അതേപോലെ ഇശ, അതേപോലെ ഫജ്ർ, ആരംഭമുണ്ട്, അവസാനമുണ്ട്. അപ്പോൾ ഈ സമയം പ്രവേശിച്ച് നിസ്കരിച്ചാൽ മാത്രമേ നിസ്കാരം സഹിഹാകുകയുള്ളൂ. അതിനു മുമ്പ് നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാണ്, സ്വീകരിക്കപ്പെടുകയില്ല. അതേപോലെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തിന്റെ സമയത്തെ സംബന്ധിച്ച് പറഞ്ഞത് ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, നിസ്കാരം, ഫർളാക്കപ്പെട്ട നിസ്കാരം
അത് മുഅ്മിനീങ്ങൾക്ക് സമയബന്ധിതമായി നിയമമാക്കപ്പെട്ടതാണ്. ഓരോത്തിനും ഓരോ സമയമുണ്ട്. ആ സമയത്ത് നിസ്കരിച്ചാലേ നിസ്കാരം സഹിഹാകൂ, അല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാണ്, സ്വീകരിക്കപ്പെടൂല. നിസ്കാരത്തിന്റെ സമയങ്ങൾ ഏതൊക്കെയാ? അതും പരിശുദ്ധ ഖുർആൻ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. സൂറത്തുൽ ഇസ്ര, അഖിമിസ് സ്വലാത ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈലി വഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ. ഈ ആയത്തിൽ നിസ്കാരത്തിന് 5 നേരം നിസ്കാരത്തിന്റെ സമയവും വിശദീകരിക്കുന്നുണ്ട്. ഇബ്നു കത്തീർ റഹ്മഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ സൂചിപ്പിച്ചത്, അള്ളാഹു ഈ ആയത്തിൽ ആദ്യമായി പറഞ്ഞത് അഖിമിസ് സ്വലാത്ത, നീ നിസ്കാരം നിർവഹിക്കണം, ലിദുലൂകി ശംസി, സൂര്യൻ ചായാൻ തുടങ്ങിയാൽ. 2 സമയങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഒന്ന് ളുഹുറും 2 അസറും. ഇത് രണ്ടും സൂര്യന്റെ ചലനവുമായി ബന്ധപ്പെട്ടാണ് ഈ 2 നിസ്കാരത്തിന്റെയും സമയം. ആകാശത്തിന്റെ മധ്യാഹ്നത്തിൽ നിന്ന് തെറ്റിയാൽ ളുഹുറിന്റെ സമയം തുടങ്ങി. അങ്ങനെ വന്ന് സൂര്യൻ അസ്തമിക്കുന്നതിലേക്ക് അടുക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യന്റെ നിഴല് അയാൾക്ക് 2 എണ്ണത്തിന് തുല്യമാകുമ്പോൾ അസറിന്റെ സമയവും തുടങ്ങി. ഇതാണ് ളുഹുറിന്റെ അസറിന്റെ സമയം. രണ്ടാമത് അള്ളാഹു പറഞ്ഞത് ഇലാ ഗസഖിൽ ലൈൽ, രാത്രിയുടെ ആരംഭം മുതൽ. അതായത് രാത്രിയുടെ ആരംഭം മഗ്രിബ് മുതൽ ഇശ. ഇത് രണ്ടും ഈ ആയത്തിൽ പെട്ടു. മൂന്നാമത്തത് ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ, ഫജ്ർ. ഈ 5 വക്ത് നിസ്കാരം അള്ളാഹു ഈ ഒരു ആയത്തിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇമാം ഇബ്നു കത്തീർ റഹ്മഹുല്ലാഹ് അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ സമയമാകുന്നത് നിസ്കാരത്തിന്റെ ഷർത്താണ്. സമയത്തിന് മുമ്പ് നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാണ്. അതേപോലെ സമയം കഴിഞ്ഞതിന് ശേഷം ഒരാൾ സമയത്തിന് മുമ്പ് നിസ്കരിച്ചു, ഉദാഹരണം ളുഹറിന്റെ സമയം 1 മണിന്ന് കൂട്ടിക്കോ, ഒരാൾ 12:30 നിസ്കരിച്ചു, അയാൾ നിസ്കാരം സഹീഹാണോ? ബാത്തിലാണ്. എന്നാൽ ളുഹറിന്റെ സമയം കഴിഞ്ഞു എന്നിട്ട് ഒരാൾ നിസ്കരിക്കുന്നു, നിസ്കാരം സഹീഹാകും? അങ്ങനെ ശരിയാകുക? നിസ്കാരം സമയത്ത് നിസ്കരിക്കണ്ടേ? ളുഹറിന് മുമ്പ് നിസ്കരിച്ച നിസ്കാരം ബാത്തില്. അപ്പൊ ളുഹറിന്റെ സമയം കഴിഞ്ഞ് നിസ്കരിച്ചാലോ? അത് പണ്ഡിതന്മാർ പറയുന്നത് നിസ്കാരം സഹീഹാകും, പക്ഷെ ഖളാഅൻ, അതാ ഇതിന്റെ കൂലി കിട്ടൂല. നിസ്കാരം ഖളാ ആയിട്ടായിരിക്കും. സമയം കഴിഞ്ഞു പോയതിന് ഖളാ വീട്ടുക എന്ന നിയത്തിലായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം യുദ്ധം കഴിഞ്ഞു വരുന്ന സമയം റസൂലുള്ളാഹി ഒരു സ്ഥലത്ത് തമ്പടിച്ചു രാത്രി. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു കാവൽ നിർത്തി. എന്നിട്ട് പറഞ്ഞു, ബിലാലെ, ഫജ്റിന്റെ സമയമായ നീ നമ്മളെ ഉണർത്തണം. കാരണം യുദ്ധം കഴിഞ്ഞിട്ട് വരുന്ന സമയമാണ്, എല്ലാവരും ക്ഷീണിച്ച അവശരാണ്, രാത്രിയുടെ പകുതി ഭാഗം കഴിഞ്ഞു, എന്നിട്ട് വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ ബിലാലിനോട് പറഞ്ഞു, ബിലാൽ, ഫജ്റിന്റെ സമയമായ നീ നമ്മളെ വിളിക്കണം. അങ്ങനെ എല്ലാവരും കിടന്നുറങ്ങി. ബിലാൽ റളിയല്ലാഹു അൻഹു കാവൽ വന്നു എല്ലാവരും വിളിക്കാൻ വേണ്ടിയിട്ട്. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യന്റെ ചൂട് നിലത്ത് തട്ടിയപ്പോൾ റസൂലുള്ളാഹി ഞെട്ടി എഴുന്നേറ്റു. ഏകദേശം 8-9 മണിയായി. എല്ലാവരും ഉറങ്ങിപ്പോയി. റസൂലുള്ളാഹി തങ്ങളടക്കം എല്ലാവരും ഉറങ്ങിപ്പോയി. റസൂലുള്ളാഹി പെട്ടെന്ന് എഴുന്നേറ്റു, സഹാബാക്കളൊക്കെ വിളിച്ചു. സമയം നോക്കുമ്പോൾ സൂര്യൻ ഉദിച്ചിങ്ങനെ വെട്ടിത്തിളങ്ങുന്ന സമയം. റസൂലുള്ളാഹി ഓടിച്ചെന്നു, ബിലാൽ എന്തു പറ്റി അറിയാൻ. ബിലാൽ റളിയല്ലാഹു അൻഹു തന്റെ ഒട്ടകപ്പുറത്ത് തലയും വെച്ച് റാഹത്തായിട്ട് ഉറങ്ങുകയായിരുന്നു. റസൂലുള്ളാഹി ബിലാലിനെ വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് എഴുന്നേൽക്ക്, ബാങ്ക് വിളിക്കുക, എല്ലാവരും ഒരുമിച്ച് കൂട്ട്. അങ്ങനെ ബിലാൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടി അവർ വുളൂ ചെയ്തു. ആ സ്ഥലത്ത് മാറി മറ്റൊരു സ്ഥലത്ത് പോയി അവർ ഫജ്ർ ഖളാ ആയി നിസ്കരിച്ചു എന്ന ഹദീസ് സ്ഥിരപ്പെട്ടതാണ്. അപ്പൊ നിസ്കാരത്തിന്റെ സമയം ഉറക്ക് കാരണമോ അല്ലെങ്കിൽ ശർഅ് അനുവദിച്ച മറ്റെന്തെങ്കിലും കാരണത്താലോ നിസ്കാരത്തിന് സമയത്ത് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഖളാ വീട്ടാം. ഇനി ഈ ശർഅ് അനുവദിച്ച കാരണങ്ങളില്ല, അതേപോലെ തന്നെ യാത്രക്കാരനല്ല, അതേപോലെ രോഗിയുമല്ല, ഉറങ്ങിപ്പോയിട്ടുമില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറ്റക്കാരനാകും, അതിന് തൗബ ചെയ്ത് മടങ്ങേണ്ടതാണ്. ഇതാണ് നിസ്കാരത്തിന്റെ സമയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടത് യാത്രക്കാരൻ്റെ നിസ്കാരമാണ്. അത് ഇൻഷാ അല്ലാഹ് മറ്റൊരു ക്ലാസ് നമുക്ക് വിശദമായി സംസാരിക്കാം. ജംഉം ഖസ്റും നമ്മൾ പഠിച്ചിരിക്കേണ്ട അനിവാര്യമായൊരു മസ്അലയാണ്. ജംഉം ഖസ്ർ എന്ന് പറഞ്ഞാൽ 4 റക്അത്ത് നിസ്കാരത്തെ 2 ആക്കി ചുരുക്കി നിസ്കരിക്കാം യാത്രക്കാരൻ. അതേപോലെ യാത്രക്കാരന് 2 നിസ്കാരങ്ങളെ ഏതെങ്കിലും ഒന്നിന്റെ സമയത്ത് 2 ഒന്നിച്ചും നിസ്കരിക്കാം. അതിനാണ് ജംഉ എന്ന് പറയാം. ളുഹറിന്റെ സമയത്ത് ളുഹറും അസ്റും, അല്ലെങ്കിൽ അസ്റിന്റെ സമയത്ത് ളുഹറും അസ്റും. അത് അനുവദിക്കപ്പെട്ട രീതിയാണ്. അത് ഇതിൽ നിന്ന് പുറത്താണ്, ഈ മസ്അലയിൽ നിന്നും പുറത്താണ്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ മറ്റൊരു ദിവസം പഠിക്കാം. അള്ളാഹു നമ്മുടെ ഇൽമിലും അമലിലും സമയത്തിലും ആരോഗ്യത്തിലും നല്ല ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാദാ വല്ലാഹു അലം വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.